ഞാൻ വിചാരിച്ചു ജാനകി വരില്ലെന്ന്. ഇപ്പൊ വരണ്ടായിരുന്നോ? അങ്ങനെയല്ല, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. നൈറ്റ് ടേബിൾ ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്ത് മാത്രം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. നമ്മുടെ കോളേജൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഒറ്റയ്ക്കാവേണ്ടല്ലോ. ആ ജൂനിയർ എവിടെ? നീതു. അത് വർക്കൗട്ട് ആയില്ല. പുള്ളിക്കാരി വൻ മെറ്റീരിയലിസ്റ്റിക്കാ. താൻ ഭയങ്കര റിച്ച് അല്ലേ, അങ്ങ് നടത്തി കൊടുക്കണം. അങ്ങനെയല്ല, പുള്ളിക്കാരിക്ക് ആ ലുക്ക് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഷാലോയാ. നോട്ട് കൈൻഡ്, നോട്ട് കൺസിഡറേറ്റ്, നോട്ട് ലവിങ്. പക്ഷേ വൻ സെൽഫിഷ് ആട്ടോ. പുള്ളിക്കാരി എന്നെ ഒരു ട്രോഫി പാർട്ണറെ പോലെ കണ്ടേക്കുന്നത്. ഒരു തവണ പുള്ളിക്കാരി ഒരു കസിൻ്റെ കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. പുള്ളിക്കാരി എടുത്തു പറയണേ BMW തന്നെ വരണോ, മനസ്സിലായി? ആ ഒരു ലൈൻ. ജാനകിയുടെ അവസ്ഥ എന്താ? ബിസിനസ് ഒക്കെ പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചു. ഒറ്റ മോളല്ലേ, വീടൊക്കെ പണയം വെച്ചൊരു ശ്രമം നടത്തി ഞാൻ. ബിസിനസ് പൊളിഞ്ഞു, വീടും പോയി. അതോടായപ്പോ അമ്മയ്ക്കൊരു സ്ട്രോക്ക് വന്നു, അമ്മയും പോയി. അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു അമ്മേനെ അച്ഛൻ്റെ അടുത്ത് അടക്കണമെന്ന്. ഞാൻ കാരണം അതും ഇല്ലണ്ട്. സത്യം പറഞ്ഞാൽ ഈ പ്രിവിലേജ് ഒക്കെ ഒരു ഭാരമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ, ഇവരൊക്കെ കാണുമ്പോൾ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാനാണ് തോന്നാറ്. നെപ്പോക്കിഡ്സിൻ്റെ അടുത്തുള്ള ദേഷ്യമാണോ? സോറി. ഞാൻ ഒരു പ്രപ്പോസൽ പറയട്ടെ. ജാനകിയുടെ ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. എന്തിന്? അതിപ്പോൾ ഈ നെപ്പോക്കിഡ്സ് നമ്മുടെ രാജുവേട്ടൻ ടൊവിനെ ഹെൽപ്പ് ചെയ്തില്ലേ, വിനീത് ശ്രീനിവാസൻ നമ്മുടെ നിവിൻ ഹെൽപ്പ് ചെയ്തില്ലേ, അതുപോലെ. പക്ഷേ പ്രോഫിറ്റ് വരുമ്പോൾ 70-30. ആക്ച്വലി ഞാനൊരു 50-50 ഡീല് പറയാനാണ് വന്നത്. ഞാൻ പറയാം, കോഫി കുടിക്കും.